ഇതിന്റെ ഗെയിം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ്. നമ്മൾ കാർണിവലിലൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. അതായത് ഒരു മെറ്റൽ റോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മെറ്റൽ ഫ്രെയിമും ഉണ്ടാവും. ആ മെറ്റൽ റോഡും മെറ്റൽ ഫ്രെയിമും തമ്മിൽ തൊട്ടാൽ ഇതായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് മീനാക്ഷി ഇപ്പൊ കാണിച്ചു. അപ്പൊ മിഥുൻ ചേട്ടൻ പറഞ്ഞു ഈ മെറ്റൽ റോഡ് ഇതിന്റെ ഈ ഒരു വയറിൽ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന്. ആദ്യം നിങ്ങൾ ഇടുമ്പോ ഇങ്ങനെ ഒന്ന് കണ്ടാ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകും. അതിലാ തുടങ്ങുന്നത്. ആ ശബ്ദം വന്നാൽ കുഴപ്പമില്ല. പക്ഷെ പോകുന്ന ജേർണിയിൽ വരെ 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 ഇങ്ങനെയൊക്കെ ശബ്ദം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതായിരിക്കും. ഓക്കെ, മീനാക്ഷി കുറച്ചു ദൂരം പോയപ്പോ തന്നെ ആ സൗണ്ട് അങ്ങനെ അതെ വരരുത് എന്നുള്ളത്. ഒരു തവണ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ രണ്ടാമത്തെ തവണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആവുന്നതായിരിക്കും. 1 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ടൈം. കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കൂട്ടർ വെളിയിലോട്ട് തള്ളിക്കൊണ്ട് പോകണം. ഇല്ല മിഥുൻ ചേട്ടാ, ഈ സ്കൂട്ടർ വെളിയിലേക്ക് ഹെവി അല്ലേ, ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതെ, ഇങ്ങനെ തൊട്ടാ മതി എന്റെ ഈ സ്കൂട്ടർ എന്നുള്ള രീതിയിൽ. അപ്പം അതാണ് ടാസ്ക്. റെഡി? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? വിദ്യാമയല്ലേ പോണേ അല്ലേ? അപ്പോ കൂളായിട്ട് 1 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് നല്ല സമയമാണത്. അപ്പൊ ആ 1 മിനിറ്റ് സമയം റിലാക്സ് ചെയ്ത് പോവാന്നുള്ളേ ഉള്ളൂ. ഓഡിയൻസ്, ബാക്കി എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു കോൺസെൻട്രേഷൻ വേണ്ട കളിയായതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളെല്ലാവരും തന്നെ ആ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ ആരും മിണ്ടല്ല. ടെൻഷൻ അടിക്കാതെ കൈതൊക്കെ തണുത്തിരിക്കുന്നു. ഓക്കെ, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. സുഖമായിട്ട് ജയിക്കാന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിതിലും വലുത് ചാടിക്കിടന്നല്ലേ, ഇതാണോ വലിയ പ്രശ്നം അല്ലേ? വരൂ, ഓടൂ, വാരൂ, നേടൂ. ചേച്ചി ഓടി വന്നോട്ടോ, കയ്യടി ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്പീഡിന് കുറവ് വേണ്ട. ഓടി വന്നു 1 മിനിറ്റ് സമയമുണ്ട്. കൈവിറക്കാതെ സമാധാനമായിട്ട് ചെയ്താൽ മതി. ഇനി ശബ്ദം ഒരു തവണയും കൂടെ കേൾക്കാം. ഇനി കേക്കരുത് ശബ്ദം. ഇനി ശബ്ദം കേക്കരുത്. ചേച്ചി പതുക്കെ പോയാൽ മതി, സമയമുണ്ട്. ഓക്കെ, കർവ്സ് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോ ചേച്ചി. പതുക്കെ പോയാൽ മതി. ഈ ടേൺസ് ഒക്കെ വരുമ്പോ ഒന്ന് തട്ടരുത്. ചേച്ചി തട്ടാതെ സൂക്ഷിച്ച് തട്ടരുത്. ഓക്കെ, അവിടേക്ക് ഇത്തിരി പാടാണ്. തട്ടരുത് ചേച്ചി, തട്ടരുത്. ഓക്കെ, സൂപ്പർ. അതല്ലേ ചേച്ചി, ആ ഷോക്കിൽ ഇങ്ങനെ നിന്ന് പോവുക. ഞാൻ എന്നിട്ട് ചേച്ചിനെ ചേച്ചി സ്കൂട്ടർ പോയി തൊടരുത്. എനിക്ക് വണ്ടർഫുൾ ഗെയിം. ഞങ്ങളെല്ലാവരോട് പൊരിഞ്ഞ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഇനി മെഗാ പ്രൈസ് റൗണ്ടിലോട്ട് സ്മാർട്ട് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫാമിലി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ സംഭവം വന്നപ്പോൾ പോലും കൊടുത്ത സപ്പോർട്ടിന് അതൊരു വലിയ കൈഡി തന്നെ മതിയാവും. ഡെയിൻ വേറെ കാര്യമുണ്ട്, എനിക്ക് ആർക്കെങ്കിലും കിട്ടിയാലും കമ്പനി കിട്ടുന്നത്. അപ്പോ അവരുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നു എന്നുള്ളത്. മെഗാ പ്രൈസ് റൗണ്ടിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഒരു നിയമമുണ്ട്. അതായത് അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 ചോദ്യങ്ങളിൽ ആകെ 3 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ മതി. ടാസ്ക് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ വിൻ ചെയ്യുന്നത് കാറാണ്. ആ കിടക്കുന്ന കാറ് നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒരു ക്യാച്ച്, ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 5 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങളിൽ ഇപ്പൊ 3 നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ കിട്ടിയ എല്ലാ സമ്മാനങ്ങളും തിരിച്ചു. അപ്പോ അതൊരു ധൈര്യമാണ്. അപ്പൊ ഇതുവരെയും നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞു. അടുത്ത 5 ചോദ്യങ്ങളിൽ ഒരു 3 കൂടി ഉത്തരം പറയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളാണ് എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളവിടെ കൂട്ടുപോയി കുഴിച്ചടിക്കാനുള്ള പരിപാടിയാണ്. പറഞ്ഞോളൂ. റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? സ്കൂട്ടറിൽ ഹാപ്പിയാണ്? തീർച്ചയായിട്ടും. കൺഫേം. 5th റൗണ്ട് നമുക്ക് വേണ്ട. മെഗാ പ്രൈസ് റൗണ്ട് വേണ്ട. എന്നാ റിസ്ക് വേണ്ട. സ്കൂട്ടർ വിൻ ചെയ്തിരിക്കുന്നു.
For the first time ever in Smart Show history. നമ്മള് വന്നതിന്റെ ഐശ്വര്യം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഫൈനൽ ചടങ്ങിലേക്ക് കിടക്കട്ടെ. പിന്നെ ഐശ്വര്യമായിട്ട് മീനാക്ഷി കിട്ടിയാ? കിട്ടി. കുറെ ദിവസമായിട്ട് മീനാക്ഷി ഒരു ജ്വല്ലറി ബോക്സിലിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്റെ കീ. താക്കോല് വേണ്ടേ വണ്ടി എടുക്കാൻ? ആ വേണം. വണ്ടി വണ്ടിയും കൂടി ഒറ്റയ്ക്ക് പറ്റില്ല. മിഥുൻ ചേട്ടൻ കൂടെ വന്നത് വളരെ നല്ല പിന്നെ വണ്ടിയും കൂടി കൊണ്ടുവരാം നമുക്ക്. തീരുമാനങ്ങൾ തീക്കനൽ പോലെ നേരമോ കനൽ തീരും പോലെ ലോകമാകുന്ന വേദിയിൽ നീ തീരുമാനങ്ങൾ തീർക്കും നീ വിധിയെഴുത്തിന്റെ നേരത്തായി ഉള്ള ജേതാവായി സ്വപ്നം കാണാൻ ലോകം നേടാൻ മുന്നിൽ തീയായി ഒന്നായി ഉയരാൻ ഐശ്വര്യമായിട്ട് എതിരാളികൾ തന്നെ കൊടുക്കും. മധുര പ്രതികാരം. അപ്പോ നമ്മൾ ഈ സ്മാർട്ട് ഷോ തുടങ്ങിയതിനു ശേഷം ഇതുവരെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഒരാൾ സ്കൂട്ടർ എടുത്തോണ്ട് പോകണം, ആ കാർ എടുത്തോണ്ട് പോകണം. അതിനെ കുറച്ച് സ്ഥലം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുണ്ട് നമുക്ക്. പിന്നെ പുതിയ കാർ വരാനുണ്ട്, പുതിയ സ്കൂട്ടർ വരാനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇത് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. വിദ്യാമ്മ, അക്ഷിത, നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെ പോരാടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കിട്ടുമ്പോ നമുക്ക് ഇരട്ടി സന്തോഷമാണ് കേട്ടോ. അപ്പോ ഐശ്വര്യമായിട്ട് നിങ്ങൾ വന്ന എപ്പിസോഡിൽ തന്നെ അത് കിട്ടി. എനിക്കറിയാം നീ മാറി ഡെയിൻ മീനാക്ഷി, നിങ്ങൾ രണ്ടുപേരും വന്ന് ഈ എപ്പിസോഡ് ഇത്രയും കളർഫുൾ ആക്കി തന്നതിന് ആദ്യമേ വളരെ നന്ദി. ആൻഡ് നേരെ അവിടെ ഓടിച്ചു കൊണ്ടുപോയിട്ട് കാണിക്കാല്ലേ ഞാൻ എന്റെ സ്കൂട്ടർ എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ നമ്മളെല്ലാവരും ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ള താങ്ക് യു. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത്, എല്ലാവർക്കും സംശയമായിരുന്നു ഇത് ഇവിടെ നിന്ന് പോവോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും പലതവണ കമന്റുകളിലൂടെ അതുപോലെ നമുക്ക് മെസ്സേജുകളിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ സ്കൂട്ടർ നിങ്ങൾ കൊടുക്കുന്നില്ലേ, അതിനാണോ ചോദ്യങ്ങളൊക്കെ കട്ടിയാക്കുന്നെന്നുള്ളത്. ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായപ്പോ തീർച്ചയായും അത് എത്തി. അതും ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ പോയി. അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്.